ഒരു നല്ല അപ്പൻ്റെ ചാവരുള്ളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമുക്ക് വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് റവറൻഡ് ഡോക്ടർ സിസ്റ്റർ സൂന CMC ആണ്. ഇടുക്കി കോതമംഗലം രൂപതകളിൽ കഴിഞ്ഞ 37 വർഷങ്ങളായി കൗൺസിലിംഗ് മേഖലയിൽ, സാമൂഹ്യ സേവന മേഖലയിൽ നിർണായകമായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശിഷ്ടാതിഥി. ആയിരക്കണക്കിന് കുടുംബങ്ങൾ സന്ദർശിക്കുകയും കത്തോലിക്ക കുടുംബങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള ഒരു മാനസിക സ്വാതന്ത്ര്യം കുടുംബാംഗങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സന്യാസിനിയാണ് പ്രിയപ്പെട്ട സിസ്റ്റർ. അടിമാലിയിൽ സമന്വയ കൗൺസിലിംഗ് സെൻറ്റർ എന്ന സ്ഥാപനം ആരംഭിച്ച് അതിൻ്റെ ഡയറക്ടറായി വർഷങ്ങൾ ജോലി ചെയ്തു. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ ജീവോദയ കൗൺസിലിംഗ് സെൻറ്റർ എന്ന സ്ഥാപനം ആരംഭിച്ച് അതിൻ്റെ ഡയറക്ടറായിട്ട് സേവനമർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന് ഏറ്റവും അനുയോജ്യയായ ഒരു റിസോഴ്സ് പേഴ്സണെയാണ് നമുക്ക് സിസ്റ്ററോട് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ശാലോം TV പ്രേക്ഷകരുടെ പേരിൽ നമുക്ക് പ്രിയപ്പെട്ട സിസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ കാലവുമായി വളരെ അടുത്ത് സംവദിക്കുന്നൊരു വിഷയമാണ്. വിശുദ്ധ ചാവറപ്പിതാവ് 1868 ഫെബ്രുവരി 13 ഈ ചാവരുൾ എന്ന 40 ഉപദേശങ്ങളടങ്ങിയ ഈ ചെറിയ പുസ്തകം എഴുതി. ഇത് കയ്യെഴുത്തായി എഴുതി കൈനഗിരിയിലെ കുടുംബക്കാർക്ക് നൽകി, ഇടവകക്കാർക്ക് നൽകി. അങ്ങനെ അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് 150 വർഷങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാവരുളിൽ ചാവറപ്പിതാവ് എന്ന് പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കരുതുന്ന ഒരു വചനമാണ് നമ്മൾ എടുക്കുക. 40 ഉപദേശങ്ങളിൽ 24 ഉപദേശങ്ങൾ ചാവറപ്പിതാവ് കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അയൽവക്കക്കാർ തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് എഴുതുകയാണ്. അതിനുശേഷം മക്കളെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ടൊരു 16 ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. മക്കളുടെ വളർച്ചയിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ വളർന്നു വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ ഭക്തമുറകൾ എങ്ങനെ ക്രോഡീകരിക്കണം, ജീവിതത്തിൻ്റെ ടൈം ടേബിൾ, ഒരു ദിവസത്തിൻ്റെ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും വിശദമായി എഴുതിയാണ് തയ്യാറാക്കിയത്. അങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചാവറപ്പിതാവ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കുട്ടികളെ സംബന്ധക്കാരുടെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ വീടുകളിൽ താമസിപ്പിക്കരുത് എന്ന് അന്നത്തെ ഒരു കാഴ്ചവട്ടങ്ങൾ വെച്ചുകൊണ്ട് ചാവറപ്പിതാവ് പറയുന്നത്. കാരണം പറയുന്നുണ്ട്. എന്തെന്നാൽ പലപ്പോഴും അവർ മാലാഖമാരായി പോവുകയും പിശാചുക്കളായി പിന്തിരിയുകയും ചെയ്യുന്നു. 150 വർഷം മുമ്പ് ചാവറപ്പിതാവ് എഴുതിയ ഒരു വാക്കാണിത്. മാലാഖമാരായി പോകുന്നു, പിശാചുക്കളായി പിന്തിരിയുന്നു. എന്താണ് ചാവറപ്പിതാവ് ഉദ്ദേശിക്കണമെന്ന് നമുക്ക് കാര്യങ്ങളറിയാം. ഈ കാലത്ത് ഇത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതുമില്ല. നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ള സൂന സിസ്റ്റർ ചാവറപ്പിതാവിൻ്റെ വലിയ ഭക്തയാണ് എന്ന് മാത്രമല്ല, ചാവറപ്പിതാവ് തുടങ്ങിയ സന്യാസിനി സഭയിലെ അംഗവുമാണ്. ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന CMI സഭ 1831 1866 CMC സന്യാസിനി സഭ, വനിതകൾക്ക് വേണ്ടിയുള്ള ഭാരതത്തിലെ ആദ്യത്തെ സന്യാസിനി സഭയാണ്. ചാവറപ്പിതാവ് തുടങ്ങിയതാണ്. അപ്പോൾ ചാവറപ്പിതാവിന് വലിയ ഭക്തയാണ്. കുടുംബ നവീകരണത്തിന് വേണ്ടി വർഷങ്ങളായി സൂചിപ്പിച്ചതുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണ്, നമ്മളിന്ന് തുറന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. എല്ലാവരും തന്നെ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെയാണ്, പക്വതയുള്ള ആളുകളാണ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സിസ്റ്ററിലൂടെ ആദ്യം തുടങ്ങാം. സിസ്റ്റർ. എനിക്ക് വലിയ അത്ഭുതം തോന്നുക, ചാവറപ്പിതാവ് 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരാശയം ചാവറിലൂടെ നമ്മളെ അവതരിപ്പിച്ച് കേൾപ്പിച്ചു എന്നുള്ളത്. വാസ്തവത്തിൽ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എഴുതിയ സന്ദേശമാണ് ചാവരുൾ. മരിക്കാൻ കിടന്നപ്പോൾ പോലും തൻ്റെ കൈനഗരിയിലെ ഇടവക ജനങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചാണ് ചാവറപ്പിതാവ് സ്വപ്നം കണ്ടത്.
കുടുംബങ്ങളെക്കുറിച്ച് മാത്രമല്ല, വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചും ചാവറപ്പിതാവ് സ്വപ്നം കണ്ടു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ചാവറപ്പിതാവ് പറഞ്ഞ ആ വചനം ഇന്ന് 150 വർഷം പിന്നിട്ട് ഈ മോഡേൺ യുഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ പരിചയത്തിൻ്റെ പശ്ചാത്തലത്തിലും കുടുംബങ്ങളുമായുള്ള ബന്ധത്തിലും എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരൊറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പെൺകുട്ടി, +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി, സുന്ദരിയാണ്, സുശീലയാണ്, സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അഭിമാനം, മാതാപിതാക്കളുടെ കാര്യം പറയണ്ടല്ലോ. വളർന്നു വന്ന ആ പെൺകുട്ടിയെ ഉറ്റുനോക്കിക്കൊണ്ട് വളരെയധികം ആനന്ദവും സ്നേഹവും ഹൃദയത്തിൽ പേറി വളരെ സന്തോഷത്തോടു കൂടി 2 പെൺപിള്ളേരേ ഉള്ളൂ അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ. ഒരു പ്രത്യേക പീരീഡ് വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആഴ്ചയിൽ ഈ പെൺകുട്ടി ക്ലാസ്സിൽ നിന്ന് കരയാൻ തുടങ്ങി. ടീച്ചേഴ്സ് ഇവളോട് എന്തിനാ മോളെ കരയുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഈ പെൺകുട്ടി ഒന്നും മിണ്ടുന്നില്ല, കരച്ചിൽ തന്നെ കരച്ചിൽ. ടീച്ചേഴ്സ് ഒത്തിരി ആശ്വസിപ്പിച്ചു, അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. വീട്ടിൽ മാതാപിതാക്കളുമായിട്ട് അധ്യാപകർ കോണ്ടാക്ട് ചെയ്തപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞതും അതുതന്നെ. ഒരാഴ്ചയായിട്ട് ഈ കുട്ടിയിൽ വളരെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ മാറ്റമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവളോട് ചോദിച്ചിട്ട് അവൾ പറയുന്നുമില്ല. കൊച്ചു ഭക്ഷണം കഴിക്കുന്നില്ല, കിടന്നാൽ നെടുവീർപ്പിട്ടുകൊണ്ട് കിടക്കുന്നു, പല രാത്രികളിലും വേണ്ടത്ര ഉറങ്ങുന്നില്ല. അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ? അമ്മ പല ദിവസവും കൂടത്തിൽ ചെന്ന് കൂട്ടുകിടന്നപ്പോൾ കൊച്ചു രാത്രി കിടന്ന് ഇങ്ങനെ ഏങ്ങുന്നുണ്ട്, ഞെട്ടുന്നുണ്ട്, ഏങ്ങുന്നുണ്ട്. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ടീച്ചേഴ്സിനോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ മാതാപിതാക്കളും ടീച്ചേഴ്സും കൂടി തീരുമാനിച്ചാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ഏറെ സമയം കൊച്ചിൻ്റെ അടുത്തിരുന്ന് ശാന്തമായിരുന്ന് വെറുതെ കൊച്ചിൻ്റെ തേങ്ങലുകളും വിങ്ങലുകളും ശ്രവിച്ചുകൊണ്ട് ഞാനവിടെ ഇരുന്നു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നിനക്കെന്തും എന്നോട് തുറന്ന് പറയാം. ഒരു കാരണവശാലും സിസ്റ്റർ അത് പുറത്ത് പറയില്ല. പറയണമെങ്കിൽ നീ എന്നെ അനുവദിക്കണം. ഇതവൾ എന്നെ അനുവദിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അവൾ ഈ കഥ എന്നോട് പറഞ്ഞു. ചാവറപ്പിതാവ് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ സംഭവിച്ച ഒരു സംഭവം. ഏറ്റവും സ്വന്തപ്പെട്ട തറവാട്ട് വീട്ടിൽ ഒരു വിവാഹാഘോഷ വേളയിൽ ഈ പെൺകുട്ടിയും മാതാപിതാക്കളും ഒരേ മുറിയിൽ താമസിച്ചപ്പോൾ അന്ന് ഒത്തിരി ബന്ധുമിത്രാദികൾ ഉള്ളതുകൊണ്ട് കതകുകൾ പരസ്പരം അടച്ചിട്ടില്ലായിരുന്നു. രാത്രിയുടെ യാമത്തിൽ, നല്ല യാമത്തിൽ എല്ലാവരും ഉറക്കമായിരുന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത രക്തബന്ധമുള്ള ഒരു വ്യക്തി, ഞാൻ അത് ഏത് എന്താണെന്ന് പറയുന്നില്ല, ഈ കൊച്ചിൻ്റെ നെഞ്ചിൽ കൈകൾ വച്ചു. കൊച്ചിൻ്റെ നെഞ്ചിലേക്ക് എന്തോ പതിയും പോലുള്ള അനുഭവം കൊച്ചിന് അനുഭവപ്പെട്ടു. കാരണം കൊച്ചു കുട്ടികൾ, പ്രത്യേകിച്ച് കന്യകമാരും സുന്ദരികളുമായിട്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ഒരു അനുഭവം ആകുമ്പോൾ അതവരെ ഞെട്ടിപ്പിക്കും. കൊച്ചു വിചാരിച്ചു ആരുടെ, കാരണം കൊച്ചിൻ്റെ അച്ഛനും കിടക്കുന്ന ഏറ്റവും അങ്ങേറ്റത്ത്, അതിനുശേഷം കൊച്ചിൻ്റെ അമ്മ കിടക്കുന്നു, തൊട്ടടുത്ത് അഞ്ചത്തി കൊച്ച് കിടക്കുന്നു, അവസാനം ഇവൾ കിടക്കുന്നു. അച്ഛൻ്റെ കൈകൾ കടന്നു വരാനുള്ള സാധ്യതയില്ല എന്ന് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആ കൈയിലേക്ക് അവളുടെ കൈ പതിഞ്ഞു. കാരണം ഇത് ആരുടെ കൈയാണെന്നറിയാൻ വേണ്ടി. അപ്പോൾ അവർക്ക് കൈ മനസ്സിലായി. ആ രാവ് അവൾക്ക് തീരാത്ത നൊമ്പരത്തിൻ്റെ രാവ്. ഈ കുഞ്ഞ് കൈ വെച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി ഈ കുഞ്ഞ് തന്നെ മനസ്സിലാക്കിയെന്ന്. അയാൾ രക്ഷപ്പെട്ടു. ഈ കുട്ടി ആ സമയം തുടങ്ങി അനുഭവിക്കാത്ത അസ്വസ്ഥതകളും സമ്മർദ്ദവുമില്ല. അച്ഛനോടോ അമ്മയോടോ പറയാൻ പാടില്ല. നിങ്ങൾ ഓർക്കുക, ഈ ഒരു സ്പർശനം പോലും കന്യാത്വത്തിൻ്റെ പരിശുദ്ധി അനുഭവിച്ച ആ കുഞ്ഞിന് വലിയ തീരാത്ത വേദനയായി. അവളുടെ പഠനത്തെ, അവളുടെ ജീവിതത്തെ, അവൾക്ക് ഉണ്ടായിരുന്ന ആ മാലാഹയ്ക്കെടുത്ത രൂപഭാവങ്ങളെ മുഴുവൻ അസ്വസ്ഥമാക്കി വളരെയധികം നൊമ്പരപ്പെടുന്ന ഒരു വ്യക്തിത്വമായി അവളെ മാറ്റിയെങ്കിൽ ചാവറപ്പിതാവ് പറഞ്ഞത് എത്രയോ സത്യം. മാലാഹമാരായിട്ട് അവർ കടന്നു ചെല്ലും. ഇനി ആ കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ
അന്വേഷിച്ചപ്പോൾ, ആഴത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കുട്ടിക്ക് ഈ വ്യക്തിയോടുള്ള ഇന്നത്തെ മനോഭാവം എന്താണെന്ന് എൻ്റെ അടുക്കൽ വന്ന ആ കുഞ്ഞുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ കുഞ്ഞിന് ആ വ്യക്തിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അയാളുടെ ജീവൻ ഇല്ലാതാക്കണമെന്നുള്ള കലി, ദേഷ്യം, എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും പക, മാതാപിതാക്കളെ പോലും അവൾ വെറുക്കാൻ തുടങ്ങി. കാരണം മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിക്കൂടാ എന്ന് ആ കുട്ടിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ ആ കൊച്ച് കടന്നുപോയി എന്ന് ഓർക്കുമ്പോൾ ഈ വിഷയവുമായിട്ട് അതിനെക്കുറിച്ച് ആ സംഭവത്തെ ഞാൻ റീകോൾ ചെയ്യുമ്പോൾ എനിക്കത് നന്നായി മനസ്സിലാകും. എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇങ്ങനത്തെ ഒരു അബ്യൂസിൻ്റെ അനുഭവം, ഒരു സ്പർശനത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ എത്രയോ അതിര് കവിഞ്ഞ അനുഭവങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്നു. നിങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ടാകാം. അല്ല, ഇത് ചാവറയച്ചൻ 150 വർഷം മുമ്പ് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഇന്നത് പ്രസക്തമല്ല, ഒരു പഴഞ്ചൻ കഥയാണിത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് സിസ്റ്ററിൻ്റെ ഈ ഒരു അനുഭവ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സത്യത്തിൽ സിസ്റ്ററിൻ്റെ മാത്രം അനുഭവമൊന്നുമല്ല, കുഞ്ഞുങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരുന്നത്? എല്ലാ വീട്ടിലും ഇങ്ങനെയാണോ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഞങ്ങളുടെ കൊച്ചുങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഞങ്ങളങ്ങനെ പിള്ളേരെ തനിച്ച് ബന്ധുക്കളുടെ വീട്ടിലൊന്നും വിടാറില്ല. അമ്മച്ചി എന്താ പിന്നെ വളരെ ഗൗരവമായിട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടോ? ഈ പറഞ്ഞ വിഷയങ്ങൾ സാധാരണ സംഭവിക്കുന്നത് തന്നെയാണ്. ബന്ധുവീടുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾ ഒക്കെ മിക്കവാറും ചെറിയ ചെറിയ അനുഭവങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. ഇതിനെങ്ങനെയൊരു പ്രതിവിധി ഉണ്ടാക്കാൻ കഴിയും? ഏത് തരത്തിൽ നമ്മുടെ മക്കൾ സുരക്ഷിതരായിരിക്കും? എന്താണ് ഇന്നത്തെ കുടുംബ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഇന്നത്തെ നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വന്നിരിക്കുന്നത് കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നാണ്. ഒരു ഇടവകയിലെ തന്നെ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരേ ഇടവകയുടെ മാത്രം ഒരു അനുഭവമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു വിവരണമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. നിങ്ങളെല്ലാവരും വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തവരും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുള്ളവരുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മൾ തുറന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമാണ്. പലരും ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം. പുറത്തറിഞ്ഞാൽ കൊച്ചിന് നാണക്കേടാവും. കൊച്ചു കല്യാണപ്രായത്തിലേക്ക് അല്ലെങ്കിൽ കൊച്ചു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ്, കുടുംബത്തിന് നാണക്കേടാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മളിത് പൊത്തിപ്പൊതിഞ്ഞ് വെക്കുകയാണ്. നമ്മൾ പോക്സോ നിയമത്തെ പറ്റിയൊക്കെ ഇപ്പോൾ വളരെ അടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ മക്കൾ സേഫാണോ, സുരക്ഷിതരാണോ? നമ്മുടെ വീട്ടിൽ, ബന്ധുവീടുകളിൽ, ഈ മക്കൾ സ്കൂളിൽ, കോളേജുകളിൽ, ഇവരുടെ ബന്ധങ്ങളിൽ. അതുകൊണ്ടാണ് ചാവറപ്പിതാവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം നമ്മളിതിന് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിൻ്റെ കൂട്ടുകാരാരാണെന്ന് നീ പറയുക, നീ ആരാണെന്ന് ഞാൻ പറയാം. നീ എങ്ങനെയുള്ള കുട്ടിയാണെന്ന് ഞാൻ പറയാം, നിൻ്റെ കൂട്ടുകാരാരാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് ഇതൊരു വലിയ വിഷയമാണ്. ഇത് ബന്ധുവീട് എന്ന് ചാവറയച്ചൻ പറയില്ല, സംബന്ധക്കാരുടെ വീടെന്ന് ചാവറയച്ചൻ പറയുമ്പം അത് സംബന്ധക്കാരുടെ വീട് മാത്രമല്ല, ഈ നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്ന എല്ലാവരും തന്നെയാണത്. നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അല്ല എങ്കിൽ ഇപ്പം അങ്ങനെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടെന്ന് അമ്മ പറയുമ്പം അത് എങ്ങനെ നമുക്കതിനൊരു പ്രതിവിധി കണ്ടെത്താൻ കഴിയും? ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് നമ്മൾ പുലർത്തേണ്ടത്? ബന്ധുവീടുകളിൽ അയക്കരുതെന്ന് ചാവറപ്പിതാവ് പറയും. നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ബന്ധുവീടുകൾ അയക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, തനിച്ച് അയക്കരുതെന്നുള്ളതാണ് ചാവറപ്പിതാവ് ഉദ്ദേശം. ഒറ്റയ്ക്ക് ഇപ്പം നമ്മളിപ്പം അവധിക്കാലമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നതാണ്, ഈ പിള്ളേരെ ആ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സമയമാണ് അവധിക്കാലം. എല്ലാ ദിവസവും വീട്ടിൽ തന്നെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഇവർ അവധിക്ക് പോകട്ടെ, വീട്ടിൽ ബന്ധുവീടുകളിൽ നിന്ന് പോയിട്ട് പോവാം 10 ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷനാണ് ഇപ്പം പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ പറഞ്ഞു വിടുന്ന വിടൽ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പലപ്പോഴും തനിച്ച് അവിടെ ആക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ തിരിച്ചുവരവിലാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ ബന്ധുവീടുകളിൽ താമസിക്കുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്നത് എന്ത്? അവരോട് ആരാണ് സംസാരിക്കുന്നത്? അവരോട് കൂട്ടുകൂടുന്നത് ആരാണ്? അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും ഗൗരവമായ രീതിയിലൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കൊച്ചു തിരിച്ചു വന്നു കഴിയുമ്പോഴും മാതാപിതാക്കൾ പലരും മുതിരാറില്ല. എനിക്ക് തോന്നുന്നത് റോയിച്ചൻ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ
അതൊരു ജാഗ്രതയായിട്ട് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് കരുതുന്നുണ്ടോ എന്നുള്ള നിങ്ങളുടെ ഒരു ജനറൽ ഫീലിംഗ് പറയാം. കുഞ്ഞുങ്ങൾ പോയാൽ ഞങ്ങളുടെ തന്നെ ബന്ധുക്കളാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം ഉണ്ടോ? അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അതല്ല, അവർ പോകുമ്പോഴേ പറഞ്ഞാണ് വിടുന്നത്, പറഞ്ഞു വിടാറുണ്ടോ? കുഞ്ഞുങ്ങൾ പോകുമ്പം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ അയൽ വീടുകളിലേക്ക് പോകുമ്പം ഇങ്ങനെ സൂചന കൊടുത്ത് എത്ര അമ്മമാർ വിട്ടിട്ടുണ്ട്? അങ്ങനെ വിടാറുണ്ടോ? ആവശ്യമില്ലാത്ത നിങ്ങളുടെ നേരെ നീണ്ടുവരുന്ന കൈകൾ നിങ്ങളെ താലോലിക്കാനുള്ള കൈകളാണോ, അനുഗ്രഹിക്കാനുള്ള കൈകളാണോ, അതോ നിങ്ങളുടെ നേരെ നീണ്ടുവരുന്ന കൈകൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ഏത് പ്രായത്തിൽ നിങ്ങൾ ഒരുക്കി പറഞ്ഞു വിടുന്നുണ്ട്? അമ്മമാരാണ് ഇവിടെ കൂടുതലായിട്ടിരിക്കുന്നത്. അമ്മയ്ക്ക് പറയാം. പലപ്പോഴും അങ്ങനെ പറഞ്ഞു തന്നെയൊക്കെയാണ് വിടാറുള്ളത്. എങ്കിലും ഇങ്ങനെയൊക്കെ സാഹചര്യം വന്നു കഴിയുമ്പോഴും ഈ മക്കളാരും ഒരിക്കലും വന്ന് തുറന്നു പറയാറില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പേടിച്ചിട്ട് തന്നെയാണ് തുറന്നു പറയാതിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്തായിരിക്കും പരിഹാരം ഉണ്ടാകുക? പേര് ഡെയ്സി, കുരാച്ചിൻ്റെ ഇടവക. ഒരു അമ്മ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കണം, അവളുടെ ചെറുപ്പത്തിലെ അവളുടെ ജീവ സാഹചര്യത്തിൽ അവളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്തുപയോഗം. അപ്പം ആ ചാച്ചനായാലും അനിയനായാലും ചേട്ടനായാലും ഇനി മോള് തന്നെയാണേലും ആവശ്യമില്ലാതെ ആ ഭാഗത്ത് തൊടാനോ അതിന് കടന്നു വരാനോ, മോളെ ആവശ്യമായ ഒരാൾ ആലിംഗനം പോലും ഇങ്ങനെ ചേർത്ത് നിർത്താൻ പോലും മോൾ സമ്മതിക്കരുത്. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മച്ചിയോടെ തിരിച്ചു പറയണം, ഇന്നയാളിൽ നിന്ന് എന്ത് മോശമാണോ അവർ ചെയ്യുന്നത് അത് ശരിയല്ല എന്നും ഇന്ന സംഭവങ്ങൾ ഉണ്ടാകാമെന്നും മോളോട് പറഞ്ഞു കൊടുക്കും. മക്കൾ ആണാണേൽ ആണിനോട്, പെണ്ണാണ് പെണ്ണോട്. പിന്നെ പൊതുവേ പറയാനുള്ളത്, ഒരു വീട്ടിലും അമ്മയില്ലാതൊരു കുഞ്ഞിനെ വിടാതിരിക്കുക, പെൺകുഞ്ഞാണെങ്കിൽ. അപ്പനില്ലാതൊരു ആൺകുഞ്ഞിനെ വിടാതിരിക്കുക. രണ്ടാമത് ഇവർ പോകുന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ കുഞ്ഞിനെ കിടത്തുക. അപ്പനും അമ്മയും ജാഗ്രതയുള്ളവരായിരിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വീട്ടിലാണെങ്കിൽ ആ സാഹചര്യത്തെ, ആ ഭവനത്തിൻ്റെ അവസ്ഥ ഇവർ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഈ അപ്പനും അമ്മയും ആരാണ് കൂടെ പോകുന്നത് അവർ ശ്രദ്ധിച്ചിരിക്കണം എന്നാണ്. ചേച്ചി പറഞ്ഞത് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. എല്ലാ അമ്മമാരും അപ്പന്മാരും കൃത്യമായിട്ട് ആ രീതിയിലുള്ളൊരു ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യവുമാണ്. ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ചേട്ടൻ എന്താണ് പറയാൻ? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി എവിടെ പോവുകയാണെങ്കിലും അമ്മയുടെ സാന്നിധ്യമില്ലാതെ ആ കുട്ടിയെ പറഞ്ഞു വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഒരമ്മയ്ക്ക് മാത്രമേ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഒരു പിതാവിനെ സംരക്ഷിക്കുന്നതിന് പരിധികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ കൊടുക്കേണ്ട സംരക്ഷണം ഒരമ്മയിൽ നിന്ന് അത് കൂടെ കൊണ്ടു നടക്കുന്നു, അത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാൻ ഒരമ്മയ്ക്കാണ് സാധ്യതയേറെ. അതുകൊണ്ട് അമ്മയാണ് കുട്ടിയെ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികൾ അപ്പൻ്റെ കൂട്ടത്തിൽ പോകുമ്പോൾ അപ്പന് കൂടുതൽ ശ്രദ്ധിക്കുക, അത് അമ്മയ്ക്കും ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ ആൺകുട്ടി കൂടെ നടക്കുന്നു, അത് അപ്പനെ ശ്രദ്ധിച്ച് അത് കൂടെ കൊണ്ട് നടക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് നമ്മുടെ ബന്ധുക്കളെല്ലാവരും നമ്മുടെ മക്കളെ ദുരുപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ണും കാതും തുറന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ബന്ധുക്കൾ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരും അവരുടെ സ്വന്തം മക്കളെ പോലെ നമ്മുടെ മക്കളെ കരുതുന്നവരുമാണ് 99% നമ്മുടെ ബന്ധുക്കളും. അല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളാണുള്ളത്. ഞങ്ങളും ചെറുപ്പകാലത്ത് ബന്ധുവീടുകളിൽ പോയിട്ടുണ്ട്. നമുക്കും ബന്ധുവീടുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹവും അമ്മ വീട്ടിലും അപ്പൻ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹബന്ധങ്ങളെ പറ്റിയൊക്കെ ഏറ്റവും മധുരോധാരമായ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ. ഇപ്പോഴും ചെറുപ്പത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ ഞങ്ങളുടെ അമ്മ വീട്ടിൽ അവധിക്കാലത്ത് പോകുന്നതാണ്. തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ബന്ധുക്കളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിലും ഇതുപോലുള്ള കുഞ്ഞുനാളിലെ നമ്മുടെ അമ്മ വീടുകളും അപ്പൻ വീടുകളിലൊക്കെ സന്ദർശനങ്ങളുടെ ഓർമ്മകളുണ്ട്. പക്ഷെ ഇന്ന് കാലം അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ഇന്ന് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നില്ല. പണ്ട് ഇതുപോലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക ജാഗ്രത നമ്മൾ ഈ ഒരു വിഷയത്തിൽ കൊടുത്തേ പറ്റൂ. നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് അവരുടെ വീട്ടിലെ ഒരു വിഷയമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക്. കാരണം എല്ലാ വീട്ടിലും മക്കളുണ്ട്. അവരൊക്കെ അവധിക്കാലത്ത് ബന്ധു വീടുകളിൽ പോകാറുണ്ട്. ഈ അമ്മ പറഞ്ഞ പോലെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ മക്കൾ മാതാപിതാക്കളോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുമോ എന്നുള്ളിടത്താണ് ഈ കുഞ്ഞുങ്ങളുടെ തുടർന്നുള്ള സുരക്ഷിതത്വത്തിൻ്റെ ഒരു വശമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഈ മക്കൾ മാതാപിതാക്കളുമായിട്ടുള്ള സംവാദങ്ങൾ കുറയ്ക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇതിപ്പോൾ അനുഭവം ധാരാളമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമായ ചേച്ചിമാരാണെങ്കിലും ഇത് കേൾക്കുന്ന ആളുകൾ ഇതിനേക്കാൾ അനുഭവങ്ങളുള്ള ധാരാളം ആളുകളുണ്ടാകും. പെൺകുട്ടികൾ
മാത്രമല്ല, ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യമാണ് നമ്മൾ ചേച്ചി ആൺകുട്ടികളുടെ കാര്യം സൂചിപ്പിച്ചു. പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഇക്കാലത്ത് ദുരുപയോഗിക്കപ്പെടുന്നത് ആൺകുട്ടികളാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ പരിചയത്തിൽ. സിസ്റ്റർ അത് തന്നെയാണ് പറയുന്നത്. ആൺകുട്ടികൾക്ക് ഇതിനകത്തൊരു 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ചാവറപ്പിതാവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്ന കുടുംബം അത്രമാത്രം ഒതുങ്ങി വലിയ എക്സ്പോഷറൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് മീഡിയ ഇതുപോലെ സജീവമായിരുന്നില്ല. വാട്സപ്പ് ഉണ്ടായിരുന്നില്ല, ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല, ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടായിരുന്നില്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഫേസ് മാത്രം ഉണ്ടായിരുന്നു. ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് അറിവിനുള്ള സാധ്യതകൾ കൃത്യമായിരുന്നു, പരിമിതമായിരുന്നു. അവർക്കൊന്നെങ്കിൽ മൂത്ത ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ എന്തെങ്കിലും അറിയണം. അതുകൊണ്ടാണ് ചാവറപ്പിതാവ് പറഞ്ഞത് ചീത്ത പുസ്തകത്തെക്കുറിച്ച്, പെൻഡ്രൈവിനെ കുറിച്ചോ മൊബൈലിനെ കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. ചീത്ത പുസ്തകം കയ്യിൽ സൂക്ഷിക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നത് പോലെയാണെന്ന് ചാവറപ്പിതാവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വിഷയം ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് അതല്ല സ്ഥിതി. കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തമായ അറിവുകൾ ലഭിക്കുവാൻ വേറെങ്ങും പോകേണ്ടതില്ല. അവൻ്റെ കയ്യിലുള്ള ഈ മൊബൈൽ മാത്രം മതി. അവൻ്റെ പക്വതയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ അവൻ ആർജിച്ചിരിക്കുന്ന അറിവ്, അവന് നൽകിയിരിക്കുന്ന പ്രായത്തിൻ്റെ പക്വതയ്ക്ക് മുകളിൽ അവനെ വിഴുങ്ങുവാൻ പാകത്തിനുള്ള സംഗതികളാണ്. അവനിങ്ങ് എത്തും പിടിയും കെട്ടാത്ത രീതിയിൽ അവൻ മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള വലിയ ആഴക്കയങ്ങളാണ് അവൻ്റെ ചുറ്റും കുഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആഴം എന്താണ് എന്ന് നമ്മുടെ പല മാതാപിതാക്കൾക്കും പലപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കളോട് ഏറ്റവും അടുപ്പമുള്ള മാതാപിതാക്കളോട് അവർ പറയും, 3/4 മണിക്കൂർ അവളുടെ അടുത്ത് മിണ്ടാണ്ടിരുന്നു, അവളുടെ കണ്ണീരും ഏങ്ങലടിയും ഉൾക്കൊണ്ടുകൊണ്ട് അവളുടെ ആത്മവിശ്വാസം നേടിയതിന് ശേഷം മാത്രമാണ് നീ പറയുന്നത് ഞാൻ ആരോടും പറയില്ല എന്ന് പറയുവാൻ സിസ്റ്ററിന് തോന്നിയത്. പരിചയവും പഠനവും കൊണ്ടാണ്. അമ്മയുടെ മനസ്സ്, ചേട്ടൻ പറഞ്ഞല്ലോ, അമ്മയാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല പാഠപുസ്തകം, ഗുരു. അമ്മയറിയണം. ഈ കണ്ണൊന്ന് അറിയാതെ പിടയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിൽ നിന്നും ഈ കണ്ണ് പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ട് നോക്കാൻ മക്കൾ മടിക്കുന്നുണ്ടെങ്കിൽ, മാറിപ്പോകുന്നുണ്ടെങ്കിൽ കാരണം തേടി പുറകെ ചെല്ലണം. എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുന്ന മാതാപിതാക്കൾക്ക് മുമ്പിൽ മക്കൾ തുറന്നു തരും. ചാവറപ്പിതാവിനെ പറയുന്നുണ്ട്, മക്കളോട് കൂടുതൽ കാർക്കശ്യവും കൂടുതൽ കാരുണ്യവും വേണ്ട. മിതമായിട്ട് മക്കൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഒരു മാതാവും വിചാരിക്കേണ്ട. അതേസമയത്ത് അവരോട് കഠിനമായ ശിക്ഷണം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. അവർ മാതാപിതാക്കളിൽ അകന്നു പോകും എന്ന് ചാവറപ്പിതാവ് തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണ്? അത് പറയുമ്പോൾ ചാവറപ്പിതാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? മക്കളുടെ നല്ല സുഹൃത്തുക്കളായി മാതാപിതാക്കൾ മാറണം. അമ്മയുടെ അടുത്തും അപ്പൻ്റെ അടുത്തും, അമ്മയുടെ അടുത്ത് പെൺകുട്ടികൾക്കും അപ്പൻ്റെ അടുത്ത് ആൺകുട്ടികൾക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കുടുംബത്തുണ്ടാവണം. ഒരമ്മ ഫുൾ ടൈം ഫേസ്ബുക്കും വാട്സപ്പും എടുത്തിട്ട് കുഞ്ഞിനോട് പറയാൻ മാനേ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞത് അംഗീകരിക്കും. എൻ്റെ മകൻ ഭയങ്കര ടെക്നോസാവിയാണ്. ഇതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ കൊച്ചിനറിയാം. LKG പഠിക്കുന്ന കൊച്ചിനെ ഞാനിതൊന്നും അറിയത്തില്ല. ഫ്രണ്ട്ലി ടോൺ വളരെ ആവശ്യമാണ് കുടുംബത്തിൽ. മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഇടപെടുമ്പോൾ അവരുടെ ഹൃദയം നമുക്ക് എടുക്കാനായിട്ട്, എന്ത് പറ്റിയാലും ഓടി വന്ന് പറയാൻ ഒരാൾ എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ നിന്നുണ്ടോ? കൊച്ചിനെ നമുക്ക് ഒരിഞ്ഞു വെച്ച് വളർത്താൻ പറ്റത്തില്ല. അവന് സമൂഹമായിട്ട് ഇടപെട്ടാൽ മാത്രമേ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മാതാപിതാക്കൾ എന്ന് പറയണമെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ വാടക മാതാപിതാക്കൾക്ക് തുല്യ. മക്കളുടെ കൂടെ കൂടുതൽ സമയം ഇരിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ പേരിൽ കുറച്ച് സമയം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അത് ഇച്ചിരി തീവ്രമായിട്ടും കൊണ്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ആ സ്നേഹം ശാസനയായിട്ടും കൊണ്ട് മാറുകയാണ്. അമ്മയുടെ ഹൃദയത്തിന്റെ നൊമ്പരത്തിന്റെ ആഴത്തിൽ നിന്നാണ് അമ്മ കൊച്ചിനെ വഴക്ക് പറയുന്നത്, ശാസിക്കുന്നതും. പക്ഷെ ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. അമ്മപ്പണി ആളില്ലാതെ വരും.